ഒരു അപകട വാർത്തയിലേക്കാണ്. പത്തനംതിട്ട അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്നാണ് അവിടെ നിന്ന് വരുന്ന പുതിയ വിവരം. അജ്സൽ അജിയാണ് മരിച്ചത്. കാണാതായ നബീൽ നിസാറിനായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇവർ. CK അഭിലാലുണ്ട്. അഭിലാൽ, ഒരു ദുഃഖകരമായ വാർത്തയാണ്, അപകട വാർത്തയാണ്. കുട്ടികളെ കാണാനില്ല എന്ന വാർത്തയാണ് അല്പം മുമ്പ് വന്നത്. ഇപ്പോഴത്തെ ഒരു കുട്ടി മരിച്ചു, മൃതദേഹം കിട്ടിയിരിക്കുന്നു. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. എന്തെല്ലാം വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയും? വിദ്യാർത്ഥികൾ ഒഴുക്കിൽപ്പെട്ട അച്ചൻകോവിലാറിലെ പത്തനംതിട്ട കല്ലറക്കടവ് ഭാഗത്തു നിന്നും ഏറെക്കുറെ 200 മീറ്റർ താഴെ നിന്നാണ് അജ്സൽ സജിയുടെ മൃതദേഹം ലഭ്യമായത്. ഉച്ചതിരിഞ്ഞ് 3:40 കൂടിയാണ് തിരച്ചിലിനിടെ ഫയർഫോഴ്സ് സംഘാംഗങ്ങൾ മൃതശരീരം കണ്ടെത്തിയത്. തുടർന്ന് ആംബുലൻസിലേക്ക് മാറ്റുകയും ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ട ചിറ്റൂർ തടത്തിൽ വീട്ടിൽ അജീബ് സലീന ദമ്പതികളുടെ മകനാണ് പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് B ഡിവിഷനിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അജ്സൽ എന്ന നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹത്തോടൊപ്പം കുളിക്കാൻ ഇറങ്ങിയ മുണ്ടുകോട്ടയ്ക്കൽ കൊന്നമൂട് ഓലിപ്പാട് വീട്ടിൽ നിസാം ഷബാന ദമ്പതികളുടെ മകൻ നബീൽ നിസാമിനെ കണ്ടെത്താനുണ്ട്. അതിനുവേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 12:50 കൂടിയാണ് അപകടമുണ്ടാകുന്നത്. ഓണപരീക്ഷയുടെ അവസാന ദിവസം പൂർത്തിയാക്കി കുട്ടികൾ 8 പേർ ചേർന്ന് ഇവിടേക്ക് എത്തിച്ചേരുകയായിരുന്നു. തടയണയുടെ മുകളിൽ കൂടി നടന്ന് ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നതിനിടെ ആദ്യം അജ്സലാണ് വെള്ളത്തിലേക്ക് വീഴുന്നത്. ഈ ഭാഗത്ത് തടയണയുടെ മേൽഭാഗം വഴുക്കൽ ഉണ്ടായിരുന്നതാണ് അപകടത്തിനിടയാക്കിയത്. അജ്സലിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ സഹപാഠി കൂടിയായിട്ടുള്ള നജീർ വെള്ളത്തിൽ വീഴുകയായിരുന്നു. ശരി. പത്തനംതിട്ട അച്ചൻകോവിലാറ്റിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഒരാൾ മരിച്ചു, മൃതദേഹം കണ്ടെത്തി. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഈ കുട്ടികളെല്ലാം മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.